ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ധാരാളമായിട്ട് കാണുന്ന പപ്പായ കൊണ്ടൊരു അച്ചാറുണ്ടാക്കാം. ഈ പപ്പായയും മാങ്ങയും കൂടെയാണ് ഞാൻ അച്ചാറിട്ട്, വെള്ളയ്ക്കാണ് അച്ചാറിട്ട്. അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്ന പപ്പരയ്ക്ക അതിനകത്തിട്ട്, പപ്പരയ്ക്ക എന്നാണ് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പറയുന്നത്, പപ്പായ എന്ന് പറയും, കപ്പളങ്ങ എന്ന് പറയും. അതൊന്ന് വാട്ടിയെടുക്കുക. അത് വാട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി എല്ലാം ചെയ്യാം. ഒന്ന് വഴന്നതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒക്കെ ചൊങ്ങിക്കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് നമുക്ക് അത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ചെയ്താൽ മതി. കടായി അടുപ്പ് വെച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടിയിട്ട്, ഉലുവയും കടുകൊക്കെ പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് നമുക്ക് അതൊന്ന് വഴച്ചെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ഒരുമാതിരി ഒന്ന് അത് മൂപ്പിക്കുക. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മാങ്ങ ഇട്ടു. അത് ഉടനെ തന്നെ മറ്റേ പപ്പരയ്ക്കായും കൂടെ ഇടുക. അതായത് പപ്പായയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് തീ കുറച്ചിടണം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.